ഹായ് ഹലോ. ഞാനിന്ന് ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിന് 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 കപ്പ് തൈര്, പിന്നെ 1 ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതിന് വേണ്ടത് ഒരു 2-2.5 സ്പൂണ് മുളക് പൊടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് ഇതുപോലെ 2 ബട്ടർ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അതുപോലെ 2-3 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പട്ട പിന്നെ 2 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം ഒരു 7 അല്ലി വെളുത്തുള്ളിയും 2-3 പച്ചമുളകും പിന്നെ 3 ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഒരു 10 കാഷ്യൂ നട്ടും കൂടെ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 3 തക്കാളി ഉണ്ട്. അത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇതും കൂടി നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 1/4 സ്പൂണും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. സാദാ മുളക് പൊടിയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലൊരു പാത്രത്തിന് 1/4 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതൊന്ന് തണുത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റായിട്ട് ഒന്ന് അരച്ചിട്ട് വരാം. ഇപ്പം നമ്മളുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ പാൻ ചൂടാക്കിയെടുത്ത ശേഷം അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ നമ്മൾ ഈ ബട്ടറിൽ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എല്ലാ ചിക്കനും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 20-25 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പം നമ്മളുടെ ചിക്കനിൽ വെള്ളമെല്ലാം വറ്റിയിട്ട് നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതേ പാനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം
നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അടിയിൽ പിടിക്കാതെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പം നമ്മളുടെ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിക്കനെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ബട്ടർ ചിക്കനിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഇൻഗ്രീഡിയൻസ് ആണ് കസൂരി മേത്തി. ഇത് നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഫ്രഷ് ക്രീമും അതുപോലെ കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ തയ്യാറായി. ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.